പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അധ്യാപന ജീവിതത്തിൽ മുന്നോട്ടുള്ള പ്രയാണത്തിന് കേട്ടറ്റ് ഏറെ അനിവാര്യമായിട്ടുള്ള ഒരു കാലഘട്ടമാണല്ലോ ഇത്. അതിന് നിങ്ങളെ പ്രാപ്തമാക്കുന്നതിന് പര്യാപ്തമായ ഒരു വീഡിയോ ആയിരിക്കും ഇത്. മനഃശാസ്ത്രമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം. നമുക്ക് വൈകാരിക ബുദ്ധി അഥവാ ഇമോഷണൽ ഇൻ്റലിജൻറ്റ് എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. വൈകാരിക ബുദ്ധി എന്ന ആശയത്തിന് തുടക്കം കുറിച്ച രണ്ട് വ്യക്തികളാണ്, ജോൺ മേയറും പീറ്റർ സലേവറും. മറന്നുപോയത് മേയർ സലേവർ. അപ്പോൾ വൈകാരിക ബുദ്ധി എന്ന ആശയത്തിന് തുടക്കം കുറിച്ച ആരൊക്കെയാ? ജോൺ മേയർ, പീറ്റർ സലേവർ. എന്താണ് ഈ വൈകാരിക ബുദ്ധി? ഹവാർഡ് ഗാർഡനറുടെ ലോകപ്രശസ്തമായ കൃതിയുണ്ട്, ഫ്രെയിംസ് ഓഫ് മൈൻഡ്, മനസ്സിൻ്റെ ചട്ടക്കൂട്. ഈ ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന കൃതിയിൽ രണ്ട് തരം, അതായത് 9 തരം ബുദ്ധികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 ഉണ്ട്. ഒന്ന് വ്യക്തിയാന്തര ബുദ്ധിയും ഒന്ന് ആന്തരിക വൈയക്തിക ബുദ്ധിയും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇൻ്റർ പേഴ്സണൽ ഇൻ്റലിജൻസ് ആൻഡ് ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ്. എന്താണ് വ്യക്തിയാന്തര ബുദ്ധി? നമുക്ക് ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കുക, മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ശേഷിയാണ് വ്യക്തിയാന്തര ബുദ്ധി, മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ശേഷി. അപ്പോൾ ആന്തരിക വൈയക്തിക ബുദ്ധി എന്താ? അവനവനെ സ്വയം അറിയാൻ, നമ്മളെക്കുറിച്ച് ഒരു കൃത്യമായ ധാരണ നമുക്ക് ഉണ്ടാവുക. ഇതാണ് ആന്തരിക വൈയക്തിക ബുദ്ധി. നോക്കൂ, നമ്മളെക്കുറിച്ച് അറിയുക, അത് ആന്തരിക വൈയക്തികം. മറ്റുള്ളവരെക്കുറിച്ച് മനസ്സിലാക്കുക, അത് വ്യക്തിയാന്തരം. ഇവ രണ്ടും കൂടെ ചേർന്നപ്പം, ആന്തരിക വൈയക്തികവും വ്യക്തിയാന്തരവുമായ ബുദ്ധികൾ ചേർന്നപ്പോഴാണ് വൈകാരിക ബുദ്ധി എന്നൊരു കൺസെപ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കൺസെപ്റ്റിന് തുടക്കം കുറിച്ച ഈ 2 പേരെ നിങ്ങൾ മറക്കണ്ട, ജോൺ മേയർ ആൻഡ് പീറ്റർ സലേവർ. പക്ഷേ ഈ വൈകാരിക ബുദ്ധി എന്ന ആശയത്തിന് ഒരു സൈദ്ധാന്തിക തലം നൽകിയത് ഡാനിയൽ ഗോൾമാനാണ്. എന്ന് പറഞ്ഞാൽ വൈകാരിക ബുദ്ധി സിദ്ധാന്തം അവതരിപ്പിച്ചത് ഡാനിയൽ ഗോൾമാനാണ്. ഈ ഗോൾമാൻ്റെ കടന്നുവരവോടുകൂടിയാണ് ഈ കൺസെപ്റ്റ് ഒരു പോപ്പുലറൈസ് ചെയ്യപ്പെടുന്നത്. അതിനെ ജനകീയമാക്കിയത് ഡാനിയൽ ഗോൾമാനാണ്. ഡാനിയൽ ഗോൾമാൻ്റെ ലോക പ്രശസ്തമായ കൃതിയുണ്ട്, ഇമോഷണൽ ഇൻ്റലിജൻസ്, വൈകാരിക ബുദ്ധി തന്നെ കേട്ടോ. അപ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ് എപ്പോഴും പരീക്ഷയ്ക്ക്, ഇമോഷണൽ ഇൻ്റലിജൻറ്റ് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഡാനിയൽ ഗോൾമാൻ. മറക്കരുത്, വൈകാരിക ബുദ്ധി എന്ന ആശയത്തിന് തുടക്കം കുറിച്ചത് ജോൺ മേയർ, പീറ്റർ സലേവർ. അതേപോലെ തന്നെ വൈകാരിക ബുദ്ധിക്ക് സൈദ്ധാന്തിക തലം നൽകിയത് ഡാനിയൽ ഗോൾമാൻ. വൈകാരിക ബുദ്ധി സിദ്ധാന്തം അവതരിപ്പിച്ച് ഡാനിയൽ ഗോൾമാൻ. ഇമോഷണൽ ഇൻ്റലിജൻറ്റ് എന്ന കൃതിയുടെ കർത്താവും ഡാനിയൽ ഗോൾമാൻ. ഓക്കെ, ഗോൾമാൻ്റെ അഭിപ്രായത്തിൽ സ്വന്തം വികാരങ്ങളെയും മറ്റുള്ളവരുടെ വികാരങ്ങളെയും തിരിച്ചറിയാനും ഈ തിരിച്ചറിവിനെ വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടുത്തുവാനുമായി ഉപയോഗിക്കാനുള്ള ശേഷിയാണ് വൈകാരിക ബുദ്ധി. നമ്മൾ അല്പം മുമ്പ് പറഞ്ഞില്ലേ, ആന്തരിക വൈയക്തിക ബുദ്ധിയും വ്യക്തിയാന്തര ബുദ്ധിയും എന്ന് പറഞ്ഞാൽ എന്താ? ആന്തരിക വൈയക്തികം സ്വന്തം വികാരങ്ങൾ മനസ്സിലാക്കുക, വ്യക്തിയാന്തരം മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ അത് തന്നെയാണ് പറയുന്നത്, സ്വന്തം വികാരങ്ങളെയും മറ്റുള്ളവരുടെ വികാരങ്ങളെയും തിരിച്ചറിയാനും. എന്തിനാ തിരിച്ചറിയുന്നത്? ഈ തിരിച്ചറിവിനെ വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടുത്തുവാനായി ഉപയോഗിക്കുവാനുമുള്ള ശേഷിയാണ് വൈകാരിക ബുദ്ധി എന്ന് പറഞ്ഞ ആളുടെ പേരെന്താ? ഡാനിയൽ ഗോൾമാൻ. ഗോൾമാൻ്റെ അഭിപ്രായത്തിൽ ജീവിത വിജയത്തിൽ ഐക്യുവിനേക്കാൾ പ്രാധാന്യമുള്ള ഒന്നാണ് ഇക്യു. എന്താണ്? ഐക്യു അല്ല ലൈഫിൽ സക്സസ്സിന് വേണ്ടത്. എന്താണ്? ഇക്യു, ഇമോഷൻസ് കോൺഷ്യസ് എന്ന് പറയത്തില്ലേ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ഭയങ്കര ഐക്യു ആയിരിക്കും, അതുകൊണ്ട് പരീക്ഷകളൊക്കെ വിജയിക്കും, അതുകൊണ്ട് മാത്രം അവർ ലൈഫിൽ സക്സസ്സിലെത്തണമെന്ന് നിർബന്ധമില്ല. എന്നാൽ എന്താ പറയുക, നല്ലൊരു വൈകാരിക നിയന്ത്രണം, വൈകാരിക ബുദ്ധി ഏത് സാഹചര്യങ്ങൾ അതിജീവിക്കാൻ, ഏത് ഇമോഷൻസിനെയും ഉൾക്കൊള്ളാനും ഓവർകം ചെയ്യാനുള്ള ശേഷി ഉണ്ടാവും അല്ലേ. ചില ആൾക്കാർ ഒന്ന് പറയുമ്പോൾ രണ്ടാമത്തിന് പിണങ്ങിപ്പോവുകയും ആത്മഹത്യ ചെയ്യുകയും ഒക്കെ ചെയ്യും. പക്ഷേ നല്ല വൈകാരിക ബുദ്ധിയുള്ള ആളുകൾ ഇപ്പറഞ്ഞ വികാരങ്ങളെല്ലാം നിഷ്പ്രയാസം അതിജീവിക്കുകയും ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടുകയും ചെയ്യും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി നമുക്ക് വൈകാരിക ബുദ്ധിയുടെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത്രയും ഘടകങ്ങൾ ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് നല്ല വൈകാരിക ബുദ്ധിയുണ്ട്. നമുക്ക് നോക്കാം, നമുക്കും ഉണ്ടോ എന്ന്. ഒന്ന്, സ്വ അവബോധം. എന്താണ് സ്വാവബോധം? ഞാൻ പറഞ്ഞു, നമുക്ക് ചില ആൾക്കാർക്ക് ലോകത്തിലെ ബാക്കി എല്ലാത്തിനും പറ്റി അറിയാം, നമ്മളെപ്പറ്റി കൃത്യമായ ധാരണ ഇല്ല. നമ്മളുടെ ഇമോഷൻസ് എന്താണ്, സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അല്ലേ, നമ്മുടെ കഴിവെന്താണ്, നമ്മുടെ പരിമിതി എന്താണ്, ഏത് സമയത്താണ് നമുക്ക് ദേഷ്യം വരുന്നത്, ഏത് സമയത്താണ് ദുഃഖം വരുന്നത്, അങ്ങനെ നമ്മളെപ്പറ്റി 100% കൃത്യമായൊരു ധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. വൈകാരിക ബുദ്ധിയുടെ ഒന്നാമത്തെ ഘടകമാണ് സ്വ അവബോധം. സെൽഫ് ആയിട്ട് ഒരു അസസ്മെൻറ്റ് വേണം നമുക്ക്.
ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് സ്വ അവബോധം അല്ലെങ്കിൽ സെൽഫ് അവെയർനെസ്. രണ്ടാമത്തത് ആത്മനിയന്ത്രണം അല്ലെങ്കിൽ സെൽഫ് കൺട്രോൾ. എന്താ, നമ്മളുടെ ഇമോഷൻസിനെ പറ്റിയും നമ്മളെ പറ്റി തന്നെ നമുക്ക് ഒരു കൃത്യമായ ഒരു കൺട്രോൾ വേണം, ഒരു നിയന്ത്രണം വേണം. ചില ആൾക്കാർ പറയില്ലേ കയ്യിൽ നിന്ന് പോയി അല്ലെങ്കിൽ ചില ആൾക്കാർ പെട്ടെന്ന് ദേഷ്യം പിടിക്കുകയും പെട്ടെന്ന് സങ്കടപ്പെടുകയൊക്കെ ചെയ്യും. ചെറിയ കാര്യം മതി, ചെറിയ സന്തോഷം മതി ഭയങ്കരമായിട്ട് അർമാദിച്ച് കളയും. ചെറിയ ദുഃഖം മതി ഭയങ്കരമായിട്ട് അങ്ങാട്ടപ്പടലും ഫ്ലാറ്റായി പോകും അല്ലേ. അങ്ങനെയൊന്നും പറ്റില്ല. നമുക്ക് നമ്മുടെ വികാരങ്ങളിൽ കൃത്യമായൊരു നിയന്ത്രണം വേണം. അതാണ് ആത്മനിയന്ത്രണം അല്ലേ, സെൽഫ് കൺട്രോൾ. പിന്നൊരു സാധനമുണ്ട് ആത്മചോദനം. എന്താ പറയുക, സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയും. എന്താ, ഒരു പോസിറ്റീവ് മൈൻഡുള്ള മനുഷ്യനായിരിക്കണം. എല്ലാ സാഹചര്യവും ഏത് പരാജയത്തിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഒരാൾ നമ്മോട് മന്ത്രിക്കണം, കമോൺ മാൻ യു ക്യാൻ അല്ലേ. അങ്ങനെയുള്ള മനുഷ്യരായിരിക്കണം ഒരു പോസിറ്റീവ് വൈബ് എന്നൊക്കെ പറയും നമ്മൾ അല്ലേ. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് വൈകാരിക ബുദ്ധി ഉണ്ടാവുള്ളൂ. ചില ആൾക്കാർ എപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ നെഗറ്റീവായിരിക്കും. എന്തൊരു നല്ല കാര്യത്തിൽ ഇറങ്ങാൻ നേരത്തും ഒരു പേടിയായിരിക്കും, തോക്കോ അല്ലേ. അതല്ല വേണ്ടത് നമുക്ക്. നമ്മൾ ടീച്ചേഴ്സാണ്, നമ്മുടെ മെയിനായിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു സെൽഫ് മോട്ടിവേഷൻ. നമ്മൾ എപ്പോഴും പോസിറ്റീവായി കാര്യങ്ങളെ കാണാനും ഉൾക്കൊള്ളാനും ശേഷി വേണം. അതാണ് ആത്മചോദനം. നോക്കൂ, സ്വ അവബോധം, ആത്മനിയന്ത്രണം, ആത്മചോദനം. നാലാമത്തെ പോയിന്റ് നോക്കൂ, സാമൂഹ്യ അവബോധം. എന്താ പറയുക, സോഷ്യൽ അവെയർനെസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. അപ്പോൾ നാം ജീവിക്കുന്ന സൊസൈറ്റിയെ പറ്റി ഒരു അവബോധം വേണം. അതായത് നമ്മളിലേക്ക് ഒതുങ്ങാതെ മറ്റുള്ളവരിലേക്ക്, മറ്റുള്ളവരുടെ കാര്യങ്ങളിലും സൊസൈറ്റിക്ക് വേണ്ടി അല്പം നന്മ ചെയ്യാനൊക്കെ ഒരു വിശാലമായ മനസ്സ് ഉണ്ടായിരിക്കണം. അതാണ് സാമൂഹ്യ അവബോധം എന്ന് വിളിക്കുന്നത്. പിന്നെ ഒരു സാധനമുണ്ട് അനുതാപം, എമ്പതി എന്നാണ് പറയുക. അനുതാപം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ വികാരങ്ങൾ അത് സ്വന്തം വികാരങ്ങളെപ്പോലെ ഉൾക്കൊള്ളാൻ കഴിയണം. നോക്കൂ, ഒരാൾക്ക് ഒരു ദുഃഖം വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെയും കൂടെ ദുഃഖമായിരിക്കണം. അതാണ് അനുതാപം. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ള ഒരു മനുഷ്യന് എന്തുണ്ട്, വൈകാരിക ബുദ്ധിയുണ്ട്. എന്തൊക്കെയാണ്, സ്വ അവബോധമുണ്ട്, ആത്മനിയന്ത്രണമുണ്ട്, ആത്മചോദനമുണ്ട്, സാമൂഹ്യ അവബോധമുണ്ട്, അനുതാപമുണ്ട്. ഇത്രയും കാര്യങ്ങളുള്ള മനുഷ്യർ ഒരിക്കലും ലൈഫിൽ എവിടെയും പരാജയപ്പെടില്ല. സോ അതുകൊണ്ട് തന്നെ വൈകാരിക ബുദ്ധി ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് ബുദ്ധിയുടെ സമരസങ്ങളെക്കുറിച്ചും ബുദ്ധിമാപനത്തെക്കുറിച്ചും ഒക്കെ വരും ക്ലാസ്സുകളിൽ മനസ്സിലാക്കാം. ഇന്ന് നമ്മൾ ഇമോഷണൽ ഇൻ്റലിജൻസ് അഥവാ വൈകാരിക ബുദ്ധിയെക്കുറിച്ചാണ് പഠിച്ചത്. അപ്പം ഒന്നുകൂടെ മനസ്സിലാക്കി പഠിക്കുക. ഇത് പരീക്ഷകളിൽ നിറസാന്നിധ്യമായ ടോപ്പിക്കാണ്. അപ്പം നന്നായി പഠിക്കുക, നന്നായി മനസ്സിലാക്കുക. എല്ലാവർക്കും നന്ദി. ഓക്കെ, ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.